എന്നാൽ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ വലിയൊരു വിഭാഗം, കൂടിയ വിഭാഗം പിന്തുണയ്ക്കുന്ന മുന്നണിയാണ് UDF മുന്നണി. അപ്പോൾ ആ UDF മുന്നണിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സമവായത്തിൻ്റെതായ നിലപാടല്ലേ എടുക്കാൻ പറ്റുകയുള്ളൂ. മറുവശത്ത് ലത്തീൻ കത്തോലിക്ക വിഭാഗവും അവരുടെ വോട്ട് ബേസ് ആണ്. എറണാകുളം നമുക്കറിയാം, മലപ്പുറം ലീഗിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണെങ്കിൽ എറണാകുളം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ഈ രണ്ട് സാമൂഹ്യ വിഭാഗങ്ങളും ഒരേപോലെ UDFന്റെ ശക്തി സ്രോതസ്സുകളായി നിലകൊള്ളുകയാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗവും മറ്റ് മലബാറിൽ മുസ്ലിം ജനവിഭാഗവും. അപ്പോൾ ഈ വിഷയത്തിനകത്ത് സമവായം ഉണ്ടാക്കുക, ഇക്കാര്യത്തിലൊരു വളരെ എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് UDFന്റെ ഒരു പൊതു സമീപനമായി വരിക എന്നുള്ളതല്ലേ ഉത്തമമായ സാമൂഹ്യ താല്പര്യം. അപ്പോൾ ആ കാര്യത്തിനു വേണ്ടി സാദിഖ് അലി തങ്ങളൊരു നിലപാടെടുത്താൽ, കുഞ്ഞാലിക്കുട്ടി ഒരു നിലപാടെടുത്താൽ, പിന്നെ അക്കാര്യത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇത് കേവലം 400 ഏക്കർ ഭൂമിയുടെ വിഷയമാണോ? അതിനപ്പുറത്ത് നമ്മൾ സംസ്ഥാനമായി നിൽക്കുന്ന 3.5 കോടി ജനങ്ങളുടെ വിഷയമല്ലേ? ആ നിലയ്ക്ക് നോക്കിയാൽ ഇവിടെ സാമൂഹ്യ സൗഹാർദ്ദം ഉണ്ടാവുക, നല്ല അന്തരീക്ഷം തുടരുക എന്നുള്ളതല്ലേ അജണ്ട ആവേണ്ടത്. അതുകൊണ്ട് അക്കാര്യത്തിൽ സതീശനും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒക്കെ ഒരു നിലപാടെടുത്താൽ അത് മറ്റ് സംഘടനകൾ അംഗീകരിച്ചു പോവുക എന്നുള്ളതല്ലേ നല്ല ഒരു കീഴ്വഴക്കമായി വരിക. സമവായം വേണം, ശരിയാണ്. സാമൂഹികമായ സന്തുലിതത്വം നിലനിൽക്കേണ്ടതുണ്ട്. ആരെങ്കിലും കുടിയിറക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഭീതികൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് യാഥാർത്ഥ്യം പറയാതിരിക്കുന്നത്? അത് വഖഫ് ഭൂമിയാണ് എന്നത് തെളിയിക്കപ്പെട്ടതാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഈ സാമൂഹിക നീതിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നോക്കൂ, നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 23 സ്ഥലങ്ങളിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുനമ്പം ഭൂമിയാണ്. നമ്മൾ മുനമ്പത്ത് ഈ സാമൂഹിക നീതിയും സാമൂഹിക പ്രശ്നമൊക്കെ മുന്നിൽ വെച്ച് അത് വഖഫല്ല എന്ന് വിധി പറയുമ്പോൾ സ്വാഭാവികമായും മറ്റ് 22 കേന്ദ്രങ്ങളിലും ഇതേ വിധി ബാധകമാവില്ലേ? എത്രയേറെ സ്വത്തുക്കൾ നഷ്ടപ്പെടേണ്ടി വരും. കേരളത്തിലെ ഏതാണ്ട് എല്ലാ സംഘടനകൾക്കും, ഞാൻ പറയുന്നത് ക്രൈസ്തവ സഭകൾക്കും ഹൈന്ദവ സമുദായത്തിലുള്ള SNDP ആവട്ടെ, NSS ആവട്ടെ, ഇവർക്കൊക്കെ സർക്കാർ കാലങ്ങളായി ഭൂമി നൽകാറുണ്ട്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ അത്തരം ഭൂമി നൽകുന്നതിനെ ഞാൻ വിമർശിച്ചുകൊണ്ടല്ല പറയുന്നത്. തീർച്ചയായും സാമൂഹിക മുന്നേറ്റത്തിന് അത് ശക്തി പകരുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. മുസ്ലിം സമുദായം ഇങ്ങനെ ഏതെങ്കിലും ഒരു സമുദായ സംഘടന സർക്കാരിൽ നിന്ന് ഭൂമി കൈപ്പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്? അത് ഈ വഖഫ് സ്വത്തുക്കൾ കൊണ്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. ആ വഖഫ് സ്വത്തിൽ മുനമ്പത്തെ ഭൂമി സ്വാഭാവികമായും വഖഫല്ല എന്ന് പറയുമ്പോൾ ബാക്കി 22 കേന്ദ്രങ്ങളിലും ഇതേ വാദം ഉന്നയിക്കപ്പെടില്ലേ? നോക്കൂ, കേരളത്തിൽ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഇനി ഈ സാമൂഹിക മാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലത്ത് ആർക്കാണ് ഒരു വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ കഴിയാത്തത്? ആർക്കും കഴിയും. ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടാൽ, ഒരു വാട്സപ്പിൽ കുറിപ്പിട്ടാൽ ഏത് വിഷയത്തെയും വർഗീയവൽക്കരിക്കാൻ കഴിയും. ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് സാമൂഹികമായ പ്രശ്നമുണ്ടാക്കും, മതങ്ങൾക്കിടയിൽ തർക്കമായി മാറും എന്ന ഭീതി കൊണ്ട് ഒരു സമുദായത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എല്ലാ അവകാശം ഉണ്ടായിരിക്കെ തന്നെ അത് ആരെങ്കിലും അതിന്മേൽ അവകാശവാദം ഉന്നയിച്ചാൽ അത് വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് ഉന്നയിക്കുന്ന ചോദ്യം. നോക്കൂ, ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായും അവർ പണം കൊടുത്ത് വാങ്ങിയതാണ്. എല്ലാവരും പണം കൊടുത്ത് വാങ്ങിയെന്നുള്ളതല്ല, പണം കൊടുത്ത് വാങ്ങിയവരുണ്ട്. ആ പണം കൊടുത്ത് വാങ്ങിയവരുടെ ആവശ്യം ന്യായമാണ്. ആ ന്യായം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ന്യായത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? നിയമം കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്താണ്? ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്. ബഹുമാനായ ഫാദർ ഇവിടെ ഉണ്ടല്ലോ. ഫാദറിൻ്റെ കീഴിലുള്ള ഒരു ഭൂമി, ആ 50 ഏക്കറോ 100 ഏക്കറോ ഉള്ള ഒരു ഭൂമിയിൽ ഒരാൾക്ക് അത് കൈകാര്യത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു. ആ കൈകാര്യത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം അന്യായമായ വഴികളിലൂടെ ഈ ഭൂമി മൂന്നാമതൊരാൾക്ക് വിട്ടുകൊടുത്താൽ ഫാദർ ഉൾപ്പെടുന്ന സഭയുടെ നിലപാടെന്തായിരിക്കും? ഫാദറിൻ്റെ നിലപാടെന്തായിരിക്കും? ആ ഭൂമിയിൽ അവരെ കയ്യേറിക്കൊള്ളട്ടെ എന്നതാണോ? അതല്ല രാജ്യത്തെ നിയമം കൊണ്ട് അതിനെ പ്രതിരോധിക്കണമെന്നാണോ? ഇത് സാമുദായിക പ്രശ്നമൊന്നുമല്ല, അതിർത്തി സ്വത്ത് തർക്കമാണ്. നിയമം കൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കപ്പെടേണ്ടത്. ആ നിയമം നടപ്പാക്കട്ടെ. നിയമം നടപ്പാവുന്നവരെ എല്ലാവരും സാവകാശം എടുക്കൂ. എന്തിനാണ് നമ്മൾ ഈ തർക്കിക്കുന്നത്? ഈ രാഷ്ട്രീയ കക്ഷികൾക്ക്, അവർക്ക് വസീഫാകട്ടെ, അനൂപാകട്ടെ, ഇവരെല്ലാവരും രണ്ട് സുഹൃത്തുക്കൾ കൂടിയാണ്. ഇവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം. ഈ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരും ഒന്ന് മൗനം പാലിക്കൂ. ജുഡീഷ്യൽ റിപ്പോർട്ട് വരട്ടെ, അതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ പോകാവുന്ന ഒരു അവസരം ഉണ്ടല്ലോ. തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാധാനപരമായി തന്നെ പിരിഞ്ഞു പോകാമല്ലോ. എന്തിനാണ് നമ്മൾ ഈ തർക്കങ്ങളൊക്കെ കൂടുന്നത് എന്നാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം.